ചേരേണ്ടതുണ്ട്. സമരാഗ്നി യാത്രയുടെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വൈകിയെത്തിയതിൽ നീരസം പരസ്യമാക്കി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. മാധ്യമപ്രവർത്തകർ കാത്തിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചാണ് DCC പ്രസിഡന്റ് D ബാബു പ്രസാദിനോട് ദേഷ്യം പ്രകടിപ്പിച്ചത്. അസഭ്യവാക്ക് ഉപയോഗിച്ചായിരുന്നു സതീശനെതിരെയുള്ള പരാമർശം. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളതെന്ന് ഒരു ചെസ് ടൂർണമെന്റ് പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. ലെവിൻ കെ വിജയൻ വിശദാംശങ്ങളുമായി. ലെവിൻ, എന്താണ് കെ സുധാകരൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നില്ല, എന്താണ് സാഹചര്യം? നികേഷ്, ഇന്ന് രാവിലെയാണ് സമരാഗ്നിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ പൗരപ്രമുഖരെ അടക്കമുള്ളവരെ കാണുന്നതിനും രാഷ്ട്രീയ വർത്തമാന കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുമായി വാർത്താ സമ്മേളനം KPCCയുടെ നേതൃത്വത്തിൽ നടത്തിയത്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒന്നിച്ചാണ് സമരാഗ്നിയുടെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വാർത്താ സമ്മേളനം നടത്തി വരുന്നത്. ഇന്ന് ആലപ്പുഴയിൽ രാവിലെ 10 മണിക്കാണ് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. 10:15 KPCC പ്രസിഡന്റും മറ്റ് KPCC നേതാക്കളും AICC അംഗങ്ങൾ അടക്കമുള്ള ആളുകളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി ആലപ്പുഴയിലെ ഈ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. എന്നാൽ ഇതിനുശേഷം 20 മിനിറ്റോളം താമസിച്ചാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയത്. ഈ പ്രതിപക്ഷ നേതാവിനെ കാത്തിരിക്കുന്ന വേദിയിലാണ് ആ സമയത്താണ് അക്ഷമനായിക്കൊണ്ട് KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എത്താൻ എന്താണ് ഇത്ര താമസിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് അതിന്റെ ആ ചോദ്യത്തിനൊപ്പം തന്നെ ഒരു അസഭ്യ വാക്കുകൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഏതായാലും മാധ്യമപ്രവർത്തകരടക്കം ഇവിടെ കാത്തിരിക്കുന്നു. ഇത്ര നേരമായിട്ടും പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് വരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ദേശത്തോടു കൂടി ഒരു ഇത്തരം പ്രതികരണം നടത്തിയത്. ഉടൻ തന്നെ മറ്റ് KPCC നേതാക്കൾ, AICC നേതാക്കൾ ഷാനിമോൾ ഉസ്മാനും ബാബു പ്രസാദും ഇടപെട്ടുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിനോട് മൈക്ക് ഓൺ ആയിട്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. പിന്നീട് അദ്ദേഹം പരാമർശം പിൻവലിക്കുകയായിരുന്നു. പിന്നീട് മൈക്ക് ഓഫ് ചെയ്തതിനു ശേഷം തുടർന്നും ദേഷ്യം ഈ പ്രതിപക്ഷ നേതാവ് വരാൻ താമസിക്കുന്നതിനുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും അതിനുശേഷം 20 മിനിറ്റുകൾക്ക് ശേഷമാണ് KPCC പ്രസിഡന്റ് കെ സുധാകരനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുത്തുകൊണ്ടുള്ള വാർത്താ സമ്മേളനം നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായി വന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ നേതാവ് വരാൻ താമസിക്കാനിടയായ കാര്യത്തെക്കുറിച്ച് കെ സുധാകരനോട് വിശദീകരിക്കുകയും ചെയ്തു. നികേഷ്, ലെവിൻ കെ വിജയനാണ് വിശദാംശങ്ങൾ. ലെവിൻ, ഇത് ആലപ്പുഴയിലെ വാർത്താ സമ്മേളനമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ നേരത്തെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പുതുപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മൈക്കിന് വേണ്ടി നടത്തിയിട്ടുള്ള പിടിവലി വലിയ നിലയിൽ പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയിരുന്നു. രണ്ടുപേർക്കും, കോൺഗ്രസ് പാർട്ടിക്കും UDF-നാകെ തന്നെയും അത് വലിയ ദോഷമുണ്ടാക്കിയിരുന്നു. അതിൽ പിന്നീട് ഒരു പരിഹാരമുണ്ടാവുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ രണ്ട് നേതാക്കളും ഒന്നിച്ച് യാത്ര ചെയ്യട്ടെ എന്ന തീരുമാനമെടുത്തിട്ടുള്ളത്. അവിടെയും മറ്റൊരു പ്രതിസന്ധിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായും മികച്ച അത്തരത്തിലൊരു വലിയ വിവാദവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു അവമതിപ്പിന് ഇടയാക്കിയതുമായ ഒരു സംഭവമാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനിടെയുണ്ടായ വാർത്താ സമ്മേളനത്തിലുണ്ടായ പരാമർശങ്ങൾ. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അടക്കം ഇത്തരം സമരാഗ്നിയുടെ ഭാഗമായി രണ്ടുപേരും ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തി വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ആലപ്പുഴയിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഈ സംഭവം നടന്ന് ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ആകുന്നുള്ളൂ. പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം പ്രതിപക്ഷ നേതാവ് വേദിയിലേക്ക് വാർത്താ സമ്മേളനം നടത്തുന്ന ഡയസിലേക്ക് വരുന്നതിന് മുൻപാണ് ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും KPCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. KPCC പ്രസിഡന്റ് രാവിലെ 10:15 വന്നു. 11 മണിക്ക് അടുത്തുള്ള സമയത്ത് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് എത്തുന്നത്. അതിനു മുൻപ് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് എത്താനിടയായ ആ സമയത്താണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രയോഗം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതിന് ശേഷം മാത്രമേ ഒരുപക്ഷെ VD സതീശന്റെ മനസ്സിലാക്കാനാവുകയുള്ളൂ, അല്ലെങ്കിൽ VD സതീശൻ അറിയാനിടയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം കെ സുധാകരൻ ആലപ്പുഴയിലെ പരിപാടി പൂർത്തിയാക്കി അല്പസമയങ്ങൾക്ക് മുൻപ് പോകുന്നതിന് മുൻപ്, അടുത്ത സമ്മേളന സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകർ മൈക്ക് വെച്ച് അദ്ദേഹത്തോട് ആ കാര്യം ചോദിച്ചെങ്കിലും കാര്യമായ ഒരു പ്രതികരണം നടത്താതെയാണ് അദ്ദേഹം പോയത്. മറ്റൊരു പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായുമില്ല. ഏതായാലും ഈ ഒരു സംഭവം നടന്നു. അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പുതുപ്പള്ളിയിൽ അടക്കമുള്ള സംഭവങ്ങൾ നിലനിൽക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാമർശം KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ടായിരിക്കുന്നത്. ഒരു സാധാരണ അക്ഷപനായ സമയത്തുള്ള ഒരു പ്രതികരണം മാത്രമായിട്ട് വേണം നമുക്കിതിനെ കാണാൻ. പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമായിട്ടാണ് കണക്കാക്കേണ്ടതെങ്കിലും ഈ പ്രതിപക്ഷ നേതാവ് നിശ്ചയിച്ച സമയത്ത് വാർത്താ സമ്മേളനത്തിൽ എത്താതിരുന്നതിനെ തുടർന്നുള്ള
കടുത്ത രോക്ഷപ്രകടനം അദ്ദേഹം നടത്തിയതായിട്ടാണ് നമ്മൾക്ക് പറയാൻ സാധിക്കുക. ലെവിൻ, ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ മൈക്കിനോട് കാണിക്കുന്ന പ്രതിഷേധം പോലും കേരളത്തിൽ വലിയ സജീവമായ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പിന്നീട് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ വിജയം വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ എന്നാ പിന്നെ നിങ്ങൾ എന്ന് പറഞ്ഞ് മൈക്ക് നീട്ടിയപ്പോൾ അത് വി ഡി സതീശനും കെ സുധാകരനും തമ്മിലുള്ള വലിയ തർക്കത്തിൻ്റെ ചെറിയ പ്രദർശനമായി മാത്രം കാണണം എന്ന നിലയിലേക്ക് പ്രചരണം വന്നു. ഇപ്പോൾ ഒരു മുഴുത്ത തെറിവാക്കാണ് കെ സുധാകരൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ടെലിവിഷനിൽ കാണിക്കില്ലെങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് നിറഞ്ഞാടും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ് CPM സിറ്റിംഗ് സീറ്റ് ഉള്ളത്. അവിടെ തന്നെ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് വലിയ പ്രചരണത്തിന് ഉപയോഗിക്കാൻ LDF സാധിക്കും. തീർച്ചയായും ആലപ്പുഴയിൽ നിന്നും വേണ്ട CPM സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അടക്കം വലിയ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഇതൊരു വലിയ ഒരു വിഷയമായി മാറാനിടയുള്ള ഒരു സംഭവമാണ്. കാരണം ഇത് മാധ്യമങ്ങൾ തത്സമയം റെക്കോർഡ് ചെയ്യുകയും വാർത്തയായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് സോഷ്യൽ മീഡിയ CPM ഇടത് സോഷ്യൽ മീഡിയ കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം ഒരു പ്രചാരണത്തിന് വേദി ഒരുക്കി കൊടുത്ത ഒരു സംഭവം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നിലവിൽ തന്നെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലും കോൺഗ്രസ് പ്രവർത്തകർ അതിന്റെ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്, അതിനോടുള്ള അവമതിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രചാരണ ആയുധമായി തന്നെ ഈ വിഷയം മാറാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. APCC നേതാവ് ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇത്തരമൊരു സംഭവം ഉണ്ടായതിനും പിന്നാലെ നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. ഇനി പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുക കൂടി ചെയ്താൽ ഒരു രാഷ്ട്രീയ ഒരു വിവാദമായി തന്നെ ഒരുപക്ഷെ ഇത് മാറാനും ഇടയുണ്ട്. അത്തരം ലെവിൻ തുടരുക. ഇപ്പോൾ